ഇന്നേ ഒരു സ്പെഷ്യൽ രസം റെസിപ്പിയാണ്. ഈ രസത്തിന് ആവശ്യമുള്ളത് കടല വെന്ത വെള്ളമാണ്. നമ്മൾ പുട്ടിനൊക്കെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ആ കടല വേവിച്ച് കഴിഞ്ഞ് ആ കടല വെന്ത വെള്ളം അങ്ങോട്ട് മാറ്റി വയ്ക്കുക. 2 തവി കടലയും കൂടെ ചേർക്കുക. 2 മീഡിയം സൈസ് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കുക. ഞാൻ ബാംഗ്ലൂർ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. നാടൻ തക്കാളി എനിക്കിഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. നാടൻ തക്കാളി വേണ്ടവർ അതെടുക്കാം. കുറച്ച് വാളംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് തയ്യാറാക്കി വയ്ക്കുക. മല്ലിയില ധാരാളമായിട്ട് ചേർക്കാം, നല്ല വാസന കിട്ടും രസത്തിന്. 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക് ചതച്ചെടുത്ത് വയ്ക്കുക. ധാരാളമായിട്ട് കറിവേപ്പില, 2 പച്ചമുളക് നെടുകെ കീറി എടുക്കുക. ഈ രസത്തിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ചേർത്താൽ രസത്തിൻ്റെ ഫ്ലേവറേ മാറിപ്പോവും. പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുക. ജീരകവും കുരുമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കടല വെള്ളവും കടലയും കൂടെ ചേർത്ത് കൊടുക്കുക. സ്വാദിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് രസപ്പൊടിയോ സാമ്പാർ പൊടിയാണ്. ഞാൻ സാമ്പാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. സ്വാദിനാവശ്യമുള്ളത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പുളി പിഴിഞ്ഞൊഴിക്കുക. മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ധാരാളമായി കായം കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് വാങ്ങുക. അങ്ങനെ രസം റെഡി. കടല രസം എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ തക്കാളി ഒന്നും ചേർക്കാതെ ആ കടല വെന്ത വെള്ളം വെളിച്ചെണ്ണയിൽ കുരുമുളക് ചതച്ചതും കറിവേപ്പില ഇട്ട് താളിച്ച് തിളപ്പിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ ഒപ്പം കടല രസവും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ.